തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞ് നേരിട്ടത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതയാണ്. 51 മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിലുള്ളതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അഷ്കർ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നു. ആ കുഞ്ഞുമാവെ കണ്ടോ? അവന് 1.5 വയസ്സേ ഉള്ളൂ. അവൻ്റെ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആള്, രണ്ടാനച്ഛൻ എന്ന് പറയാൻ പാടില്ല, കാരണം അച്ഛൻ എന്നുള്ള വേർഡ് ഒരിക്കലും ആ ക്രിമിനലിനെ ചാർത്തി കൊടുക്കാൻ പാടില്ല. കാരണം അച്ഛൻ എന്നുള്ള വാക്കിന് വലിയൊരു അർത്ഥമുണ്ട്. ആ സ്ത്രീ രണ്ടാമത് ബന്ധം കൂടിയ ആൾ. ആ കുഞ്ഞ്, ആ വീഡിയോ കണ്ടോ? അവൻ്റെ രണ്ട് കയ്യിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. 51 മുറിവൊക്കെയാണ് ആ ശരീരത്തിലുള്ളത്. കുഞ്ഞ് ഒരു 1.5 വയസ്സുള്ള ആ കുഞ്ഞിന്. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാക്കാതെ കുറേ ആൾക്കാരുണ്ട്, ദമ്പതിമാർ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്, IVF-ഉം അവൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇവളൊക്കെ എന്താ ചെയ്യുക? കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കണ്ട ഇവളൊക്കെ അവനെ അടിച്ച് പുറത്താക്കണ്ടേ? അവൻ ഭയങ്കര പക്ക ക്രിമിനലാണ്. കാരണം മുമ്പത്തെ അവൻ ആദ്യം കല്യാണം കഴിച്ച ആ സ്ത്രീയുണ്ട്, ആമിന എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ സ്ത്രീനെ എന്തും വേണ്ടി ഉപദ്രവിച്ചിട്ടാണെന്ന് അറിയാവോ. ഇവളുടെ കൂടെയൊക്കെ കുഞ്ഞ് അമ്മ തല്ലിയാലും അമ്മ എന്ന് വിളിച്ചേ കരയത്തുള്ളൂ. ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുന്നു ഞാൻ ആലോചിക്കുന്നത്. പൊടിക്കുഞ്ഞ് 1.5 വയസ്സെന്ന് പറയുമ്പോൾ അതിന് സംസാരിക്കാൻ പോലും പറ്റില്ല. അത്രയുള്ള ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ച് കൊന്നിട്ട് പുഷ്പം പോലെ നാട്ടുകാരെല്ലാം കൂടെ അവനെ പച്ചയ്ക്ക് കത്തിക്കണം. സത്യം പറഞ്ഞാൽ അവനെ പോലീസുകാർ അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവനെ പച്ചയ്ക്ക് കത്തിക്കണം. അതുമാത്രമല്ല, ഇത് കണക്കത്തെ ഈ കുറേ ആൾക്കാരുണ്ട്, അമ്മമാർ ഏറ്റവും എന്താ പറയുന്നത് പവിത്രമായിട്ടുള്ള പേരാണ്. ലോകത്തിലെ അമ്മമാരും അച്ഛന്മാരുന്നില്ല, സ്നേഹമാണ് വലുത്. സ്നേഹമുള്ളവർക്കേ അച്ഛനും അമ്മയും ഉള്ളൂ. സ്നേഹം അവർക്ക് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനോട് സ്നേഹം കാണത്തുള്ളൂ. അല്ലാതെ അച്ഛനമ്മ എന്നുള്ള വീടിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കുറേ കുഞ്ഞ് നമ്മളിപ്പോൾ എത്രണ്ണം കണ്ടു കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിയുന്ന അമ്മയും, കടലിലെ ഭിത്തിയിലെറിഞ്ഞ് കൊന്ന അമ്മയും. അവൻ്റെ അച്ഛൻ മുമ്പ് മരിച്ചുപോയി. ആ കുഞ്ഞിന് അച്ഛൻ്റെ അടുത്തോട്ട് തന്നെ പോയി. ആ അച്ഛൻ്റെ അടുത്ത് തന്നെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഞാൻ